എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തികച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി റെസിപ്പിയാണ് ഓട്സും റാഗിയും ചേർത്തുള്ളത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഇത് മാത്രം മതി. പഴവും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഒരു സ്പൂൺ ഇതുപോലെ ഫുള്ളായിട്ട് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് സ്മൂത്തിക്കുള്ള അളവാണ് ഇത്. 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതൊന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇളക്കി എടുത്തിട്ട് വേണം ഗ്യാസ് ഓണാക്കാനായിട്ട്. ഗ്യാസ് ഓണാക്കി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വേഗാതെ കട്ടിയായി പോവും. വെന്ത് കിട്ടണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി എടുത്തുകൊണ്ട് കുറുക്കിയെടുക്കണം. കട്ടയില്ലാതെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു അളവിനെടുത്താൽ മതി. ഇതിന് നല്ലവണ്ണം നാറിക്കിട്ടണം. അതിന് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. വീണ്ടും ചൂട് കെട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ഒരു 2 തവി ഓട്സാണ് ഇടുന്നത്. ഇത് ചെറു തീയിലൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് മതിയാകും. ഒട്ടും കരിഞ്ഞു പോയത്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നല്ലൊരു സ്മെല്ല് കിട്ടും. അത്രയും മതിയാവും. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കണം. ഓട്സ് ഒന്ന് തണുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് 1 തവി മാത്രമേ 1 ഗ്ലാസ്സിന് വേണ്ടി എടുക്കുന്നുള്ളൂ. അത് മിക്സഡ് ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. ആദ്യമേ ഓട്സ് ഒന്ന് മിക്സഡ് ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിനായിട്ട് ഒരു 6-7 ഈന്തപ്പഴം ചേർക്കുക. വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ച കശുവണ്ടിയാണ് ഇട്ടിട്ടുള്ളത്. ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതോടെ ചേർത്തിട്ടുണ്ട്. ഇനി ബദാം അതേപോലെ തന്നെ കുറച്ച് നേരം കുതിർത്ത് വെച്ചതായിരുന്നു. തൊലിയൊക്കെ നീക്കം ചെയ്ത് ഒരു 8-9 എണ്ണം ചേർക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തരിയില്ലാതെ സ്മൂത്തി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത്. അതും പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആറാം മാറ്റി വെച്ചിരിക്കുന്ന റാഗിയാണ് ചേർക്കുന്നത്. ആ 1 സ്പൂൺ റാഗി ചേർക്കുന്നുണ്ട്. തവി അളവിന് നോക്കുമ്പോൾ അത് കുറുകിയതിന് ശേഷം ഒരു 2 തവി വരുന്നുണ്ട്. ആ 2 തവിയും ചേർക്കുന്നുണ്ട്. ഇനി തണുത്തതോ തണുക്കാത്തതോ ഒരു 3/4 ഗ്ലാസ് പാലൊഴിച്ചിട്ടാണ് നല്ലവണ്ണം അരച്ചെടുക്കേണ്ടത്. ഇനി പാൽ കുടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം തിളപ്പിച്ച് ആറിച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനകത്ത് നട്ട്സൊക്കെ ചേർക്കുന്ന കാരണം ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ നല്ലവണ്ണം അരഞ്ഞും കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ആദ്യമേ തൊട്ടേ കുറേശ്ശെ പൊടിച്ച് ചേർത്തത് കാരണം നല്ല സ്മൂത്തായിട്ട് കട്ടയില്ലാതെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അല്പം നട്ട്സ് ചേർത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമേ. ഇതൊരു ഡ്രൈ ഫ്രൂട്ട്സ് കട്ടറാണ്. വളരെ വിലക്കുറവുള്ള സാധനമാണിത്. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. 1-2 നട്ട്സൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണിത്. ഒരേ കനത്തിൽ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല തിന്നായിട്ട് കിട്ടുകയും ചെയ്യും. കുറഞ്ഞ അളവിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചോപ്പ് ചെയ്തിടാൻ വളരെ ഉപകാരമായിട്ടുള്ളൊരു സാധനമാണ്. അറിയാൻ മേലാത്തവർക്കൊന്ന് പരിചയപ്പെടുത്തിയാണ്. ഇതുപോലെ നട്ട്സ് ഇട്ടിട്ട് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടൊന്ന് തിരിച്ചാൽ മതി. ഇതുപോലെ തന്നെ കേക്കിനും കപ്പ് കേക്കിനും ഒക്കെ ഇതുപോലെ നട്ട്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലവണ്ണം ഇത് ഉപകാരപ്പെടും. പിന്നെ നമ്മുടെ സ്മൂത്തി ട്രൈ ചെയ്യാൻ മറന്നുപോലെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറന്നുപോലെ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.